വന്നിട്ടുള്ളത് ഒരു അടാറ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ തിരൂര് പുല്ലൂരിലെ AMLP സ്കൂളിന്റെ 100ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പരിപാടിന്റെ വീഡിയോ ആണ് കേട്ടോ. 14 ക്ലബിന്റെ കീഴിൽ അണിനിരന്ന നിരവധി പരിപാടികളാണ്. അപ്പൊ അതൊക്കെ കാണുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. നമ്മുടെ AMLP സ്കൂൾ 100 വർഷം തികഞ്ഞതിന്റെ നിറവില് ഒരുപാട് ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. അത് സ്കൂൾ കുട്ടികളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പരിപാടി ഒന്നല്ല കേട്ടാ, ഒരു നാടൊന്നിച്ച് നടത്തുന്ന ഒരു ആഘോഷാണേ. ഇന്നലെ 3 മണിയോട് കൂടിയായിരുന്നു കേട്ടോ നമ്മുടെ ആഘോഷത്തിനൊക്കെ തുടക്കം കുറിച്ചത്. സ്കൂളിലെ കുട്ടികളോടൊപ്പം ഇവിടെ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളും ടീച്ചർമാരും നാട്ടുകാരും ഒന്നടങ്ങുണ്ടായിരുന്നേ. ഘോഷയാത്രയോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ആഘോഷങ്ങൾ തുടങ്ങുന്നത്. അതിൽ നോക്കുകയാണെങ്കിൽ മുന്നിൽ സ്കൂൾ കുട്ടികളുടെ പലതരം കലാരൂപങ്ങളും അതിന് പിറകിലായിട്ട് പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഡ്രൈവേഴ്സും അടക്കം 14 ക്ലബിന്റെ കീഴിലുള്ള വെറൈറ്റി ആഘോഷയാത്ര തന്നെ ആയിരുന്നു കേട്ടോ. ഗംഭീരമാകുന്ന വെടിക്കെട്ടുകളുമായി മനോഹാരിതയുടെ വർണ്ണങ്ങൾ വാരിവിതറി കടപടക്കും അത്ഭുതവുമായി വ്യത്യസ്തമായ ആസ്വാദനത്തിന്റെ ഒരു പരിമതിർത്തുകൊണ്ട് AMLP-ന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള 3 മണിക്ക് തുടങ്ങിയ ഒരുക്കം ഏകദേശം 5 മണി അയക്കുന്നു കേട്ടോ. ഘോഷയാത്ര ആരംഭിക്കുമ്പോ ഞങ്ങൾ ചെല്ലുന്ന സമയത്തിന്റെ ബ്ലോക്കും തിരക്കും ഒക്കെ തുടങ്ങിക്കിട്ടാ. അവിടെ ചെന്ന ആളുകളുടെ തിരക്കും മറ്റും ഒരുക്കം ഒക്കെ കണ്ടപ്പോഴാണ് കേട്ടോ പരിപാടി വേറെ ലെവലാന്ന് മനസ്സിലായത്. കടന്നു വരികയാണ്. നാട്ടുകാരുടെ സന്തോഷം വിളിച്ചോടി, നാട്ടുകാരുടെ ഐക്യം വിളിച്ചോടി, നാടും നാട്ടുകാരും ക്ലബുകളും ഒന്നും കടന്നിരുന്നുകൊണ്ട് 100 കലാകാരന്മാർ സമഞ്ജസമായി അണിനിരക്കുന്ന സാംസ്കാരിക നാടിന്റെ കെട്ടിടത്തെ വിളിച്ചെടുക്കൊണ്ട് സാംസ്കാരിക ഘോഷയാത്ര കടന്നു വരികയാണ്. ആശീർവദിക്കുക, അനുമോദിക്കുക, അനുമോദനത്തിന്റെ പൂച്ചെടികൾ നടത്തുക. സ്കൂൾ കുട്ടികളെ നോക്കുകയാണെങ്കിൽ അവർ ഓരോ കലാരൂപങ്ങളിലാണ് കേട്ടോ അണിനിരന്നിട്ടുള്ളത്. കുട്ടി അറബികളും ഒപ്പന, കോൽക്കളി, തെയ്യം, തിരുവാതിര തുടങ്ങിയ ഒത്തിരി കലാരൂപവും ഒപ്പം കുഞ്ഞു മക്കള് പൂക്കളെ പോലെ നല്ല ഭംഗിയായിരുന്നു കേട്ടാ. കൂടാതെ സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളും ടീച്ചേഴ്സും ഘോഷയാത്രയിൽ മുന്നേ തന്നെ ഉണ്ടായിരുന്നേ. മടിയും കാണിക്കാതെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണം അതേ പരിപാടി ഒന്നുകൂടെ കളറാക്കിട്ടോ. ഈ 100 വർഷം തികയുന്ന ദിനത്തില് അവരും കൂടി പങ്കാളിയായപ്പോ അത് വേറെ ഒരു രസമായിരുന്നു. നമ്മുടെ ഘോഷയാത്രയിലെ മറ്റൊരു ഹൈലൈറ്റ് പുല്ലൂര് ഗ്രാമീണ പൗരസമിതിയുടെ കാളവണ്ടി ആയിരുന്നു കേട്ടാ. അത് ഞാനടക്കം ഇപ്പത്തെ തലമുറക്ക് ഒരു കൗതുക കാഴ്ചയുണ്ടായിരുന്നു. കാരണം ഇന്ന് അതൊക്കെ എവിടുന്ന് കാണാനാ. അതെന്തായാലും ഒരു പഴയകാല ഓർമ്മകളിലേക്ക് ചെന്നെത്തിക്കാൻ ഒരു സഹായമായിട്ടോ.
പിറകിലായിട്ട് പിന്നെ അങ്ങോട്ട് വരവോട് വരവായിരുന്നേ. ഓരോ ക്ലബിന്റെ ബാനറുമായിട്ട് മുന്നിൽ ഒരു കൂട്ടം ആളുകള്, അതും ഓരോ ടീമും ഓരോ ഡ്രസ് കോഡ്, പിറകിലായി ഒത്തിരി കലാരൂപങ്ങളും. കണ്ടു നിന്ന് പോട്ടാ കാഴ്ച. ഇത് അതിനെക്കാട്ടി കൊള്ളാലോ എന്നൊന്നും പറയാൻ കഴിയൂലട്ടാ. കാരണം ഓരോ ക്ലബും ഒന്നിനൊന്നും മെച്ചായിട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഒത്തിരി നാളത്തെ പരിശ്രമത്തിന്റെ അധ്വാനത്തിന്റെ ഒക്കെ ഫലമാണ് ഇത് എന്ന് ഓരോന്ന് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവൂട്ടാ. അധിക ടീമും വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു കേട്ടോ. ഒന്നില് കാവടിയാട്ടാണേലും മറ്റേല് പുലിക്കളി, മറ്റേല് അറബനമുട്ട്, അങ്ങനെ അങ്ങനെ വേറെ ഒത്തിരി വേഷങ്ങൾ ഉണ്ടായിരുന്നു കേട്ടാ. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നേ കാണാന്.
ഘോഷയാത്രയിലെ മറ്റൊരു ഹൈലൈറ്റ് എന്തെന്നാൽ നമ്മുടെ കൊട്ടവണ്ടിയിൽ ഒരു കർഷക കുടുംബം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. അവരുടെ ആ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു കർഷകന്റെ ജീവിതം വരച്ചു വെച്ച പോലെ തോന്നി. അതെനിക്ക് നല്ലൊരു തീമായിട്ട് തോന്നിയേ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ നമ്മുടെ നാസിക് ഡോള്, ബാൻഡ് സെറ്റ്, ശിങ്കാരിമേളക്കാരുടെ ഒക്കെ ഒരു ആ എനർജി ഇല്ലേ, അതെടുത്ത് പറയുന്നതാണ് കേട്ടാ. ആ പൊള്ളുന്ന വെയിലത്തും അവരവരുടെ മുഴുവൻ എനർജി എടുത്തിട്ട് ആ ജോലി ചെയ്യുമ്പില്ലേ, അതെന്നാട്ടോ മറ്റു വേഷക്കാർക്കും ഘോഷയാത്രയിലുള്ള ഓരോ വ്യക്തിക്കും എനർജി കൊടുക്കുന്നത്. ഒന്ന് തളരാൻ തുടങ്ങുമ്പോൾ ഈ കൊട്ടൊക്കെ കേൾക്കുമ്പില്ലേ, വീണ്ടും കളിക്കാനും ആടാനും ഒക്കെ ഉള്ള ആ ഒരു പവർ ഓരോ ആൾക്കും കിട്ടുന്നുണ്ട് കേട്ടോ. പരിപാടി ഇത്രയും സൂപ്പർ ആക്കാൻ എടുത്ത ആ എഫേർട്ട് പറയാതിരിക്കാൻ വയ്യട്ടാ. ആളുകളെ മടിപ്പിക്കല്ല, പകരം പുറമേയുള്ള ആളുകളെ പോലും പിടിച്ചു നിർത്തും വിധം ഒരു ആഘോഷനായിരുന്നു കേട്ടാ. ആണ് പെണ്ണ് വലിയൊരു കുട്ടികൾ എന്നുള്ള ഒരു വ്യത്യാസം ഇല്ലാതെ ഒന്നടങ്ക എല്ലാരും ഒരു മടി വിചാരിക്കാതെ സജീവമായിട്ട് തന്നെ ഉണ്ടായിരുന്നേ.
കാര്യങ്ങൾ നിയന്ത്രിക്കാനും പോലീസ് വളണ്ടിയേഴ്സ് കൂടാതെ അതത് ടീമിന്റെ വളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു കേട്ടാ. അതുകൊണ്ട് തന്നെ ഒരുവിധം ബ്ലോക്കും മറ്റു തടസ്സങ്ങളൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ തിരക്കില്ലാണ്ടിരിക്കുവോ? കാരണം നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ പുല്ലൂർ അങ്ങാടിയിലും പരിസരങ്ങളിലുമായിട്ട് തിങ്ങിക്കണം കേട്ടോ. നേരെ ഇരുട്ടുന്നതിനനുസരിച്ച് നമ്മുടെ മൊഞ്ചത്തിക്കുട്ടികളുടെ ഉപ്പനയും പിന്നെ നല്ല ദഫ്മുട്ടും മറ്റു വേഷങ്ങൾക്കൊക്കെ മൊഞ്ചങ്ങട്ട് കൂടിയിട്ടാ.
ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. ഇഷ്ടാവുന്ന കരുതാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ AMLP സ്കൂളിനെ പറ്റിയിട്ട് കേൾക്കണതും അവിടുത്തെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതൊക്കെ. അപ്പൊ ഇങ്ങക്ക് ഈ സ്കൂളിനെ പറ്റിയിട്ട് അറിയാന്നുണ്ടെങ്കിൽ അഭിപ്രായം കമന്റ് ചെയ്യാം. ഒപ്പം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വിശേഷങ്ങളൊക്കെ അറിയാം. നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ കാണാം. ബൈ.